ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമ്മൾ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓപ്ഷനാണ് കേട്ടോ പറയുന്നത്. യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ ചാനലിൻ്റെ നെയിം അടിച്ച് നോക്കുക, എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലബ് ഫാക്ടറിയുടെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണെങ്കിലും ഐഫോണിൽ നിന്നാണെങ്കിലും ഏതിൽ നിന്നാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക. അത് ആൻഡ്രോയിഡ് ഫോണിലാട്ടോ, ഐഫോണിൽ എന്താണെന്ന് എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇത് അങ്ങനെ വരും. നമ്മുടെ നൈക്ക, ഫ്ലിപ്കാർട്ട് പോലെയുള്ളതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിറയെ സാധനങ്ങൾ, ഇങ്ങനത്തെ പ്രോഡക്ട്സിൻ്റെ ഓഫേഴ്സ് അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുത്തിരിക്കുക. അതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ റോൾ ചെയ്ത് പോയപ്പോഴേക്കും ഒരു ടീഷർട്ടല്ല ഒരു ടോപ്പ് കണ്ടു. അപ്പോൾ ആ ടോപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. എന്നിട്ട് നമ്മൾ ആ പിക്ചറിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും. അതിൻ്റെ പ്രൈസ് അപ്പോൾ ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ റേറ്റിംഗ് ആണ്. ഇതിന് എന്തോരം റേറ്റിംഗ് ഉണ്ട് നോക്കാം. തീരെ റേറ്റിംഗ് ഇല്ലാത്തതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല പ്രൊഡക്റ്റ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കമൻസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കാരണം വാങ്ങിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കമൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കമൻസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതെല്ലാം നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതായിരിക്കില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം നമുക്ക് തോന്നുമല്ലോ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന്. അതിനുശേഷം നമുക്കിതിൻ്റെ ഡ്രസ്സ് പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പല പൊസിഷൻസ് ഉണ്ടാവും. അതൊക്കെ കാണുമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പല പൊസിഷനിലുള്ള കളേഴ്സും അങ്ങനെയുള്ളതൊക്കെ അറിയാം. പിന്നെ നമുക്കിതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ലാർജ് അല്ല, XL, മീഡിയം, ലാർജ്, സ്മോൾ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിതിൻ്റെ കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ആഡ് ടു കാർട്ട് കൊടുക്കുക. കാർട്ടിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാർട്ട് ഓപ്പൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. ഞാൻ ബാക്കിയെല്ലാം നേരത്തെ സെലക്ട് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി വേറെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മെയിൻ പേജിലോട്ട് നമ്മൾ വരും. മെയിൻ പേജിലോട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ ഇവർ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് മേക്കപ്പ്, പിന്നെ ജ്വല്ലറി, അങ്ങനെയുള്ള പല വെറൈറ്റീസ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ജ്വല്ലറി സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കമ്മൽ ഇതിനകത്ത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിട്ട് തോന്നി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. നല്ല രസത്തിലാണ്, എനിക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുക, അത് ഏതാ പൊസിഷനിലൊക്കെ നോക്കുക. പിന്നെ റേറ്റിംഗ് നോക്കുക, കമൻസൊക്കെ ഇട്ടിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെയൊന്നും നോക്കാതെ വാങ്ങിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പോൾ ഇത് എൻ്റെ ഒരു എനിക്ക് വാങ്ങിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അതിനുശേഷം നമ്മളത് ആഡ് ടു കാർട്ട് കൊടുക്കുക. കാർട്ടിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം കാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനകത്ത് സെലക്ട് ചെയ്തിരിക്കണം മാത്രം നമുക്ക് ബൈ നൗ കൊടുക്കുമ്പോഴേ പോവുള്ളൂ. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യുക. ആവശ്യമുള്ളത് മാത്രം നമുക്ക് എല്ലാം ഇങ്ങനെ കാർട്ടിലോട്ട് ആഡ് ചെയ്ത് വരുമ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ബൈ നൗ കൊടുക്കുകയാണ്. ബൈ നൗ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ ചാർജ്, ഷിപ്പിംഗ് ചാർജൊക്കെ വരും. എനിക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരുന്നു. പക്ഷെ ചിലവർ എന്നോട് കമൻറ്റിൽ പറഞ്ഞു ഷിപ്പിംഗ് ചാർജ് ഉണ്ടല്ലോ എന്ന്. അതെനിക്കറിയില്ല കേട്ടോ, അത് എന്താണെന്ന് അറിയില്ല. അതിനുശേഷം നമ്മൾ ഓർഡർ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡ്, Paytm, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി. കണ്ടോ, എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അത് ഞാൻ ചോദിച്ചവരോടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ചിലവർക്ക് ചില സ്ഥലങ്ങളിലോട്ട് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും ഡെലിവറി, അതായിരിക്കും പറ്റാത്തത്. പിന്നെ ഇവർ ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് സാധനം വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിലിടും. പിന്നെ ഒരിക്കലും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ അവരതിനകത്ത് പറയും ഇന്ന ദിവസത്തിനകം എത്തും, ആ ദിവസം തന്നെ നമുക്ക് കിട്ടും. അത്രയും ഗ്യാപ്പിനുള്ളിൽ തന്നെ സംഭവം നമ്മുടെ വീട്ടിൽ എത്തും. എനിക്ക് കൊറിയറായിട്ടാട്ടോ വന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പേ നൗ എന്നുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഡെബിറ്റ് കാർഡിൻ്റെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ കാർഡ് നമ്പർ അടിക്കാനുള്ള സംഭവം, നമ്മുടെ ഡേറ്റ് സംഭവം അതെല്ലാം വരും. അതിനുശേഷം നമുക്ക് പേ നൗ എന്ന് പറഞ്ഞ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നേരെ മറ്റേ OCV സംഭവങ്ങളൊക്കെ വരും.
അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. എന്നിട്ട് ബാക്ക് അടിക്കുക. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പേ നൗ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അവിടെ ചോദിക്കും. അതുപോലെ ആ ഫോൺ നമ്പറിൽ നിന്ന് എന്തോ കൺഫർമേഷൻ നമ്പർ സംതിങ് അങ്ങനെയൊക്കെ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്ന്. എന്നിട്ട് അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.